ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷയുടെ 3ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് രഞ്ജിനി ഹരിദാസ് ഇൻഫിനിറ്റി പെൻഡൻ്റ് ഉള്ള 6 പേരോടും നല്ല രീതിയിൽ പൊട്ടിത്തെറിച്ച് അവരുടെ കയ്യിൽ നിന്നും ആ ഇൻഫിനിറ്റി പവർ തിരിച്ചെടുക്കുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇൻഫിനിറ്റി പെൻഡൻ്റ് ഉള്ള 6 പേരോടും അവരുടെ ആ പവർ യൂസ് ചെയ്യാൻ വേണ്ടി ഒരു അവസരം കൊടുക്കുകയാണ്. നിങ്ങളുടെ പവർ വെച്ച് നിങ്ങൾക്ക് ഒരാളെ ഡേഞ്ചർ സോണിൽ ഇടാമെന്ന് പറയുന്നു. അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഒരു മിനിറ്റും കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു മിനിറ്റ് കൊണ്ട് അവർക്ക് ഡിസ്കഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല. ഒരു കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ രഞ്ജിനി ഹരിദാസ് എക്സ്ട്രാ ഒരു 10 സെക്കൻഡും കൂടി കൊടുക്കുന്നുണ്ട്. എന്നിട്ടും അവർക്ക് ഡിസ്കസ് ചെയ്ത് ഒരാളെ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നില്ല. ആദ്യം 3 പേര് പൂജയുടെ പേര് പറയുന്നുണ്ട്, പിന്നീട് ചോദിക്കുമ്പോൾ അഫിനിയയുടെ പേര് പറയുന്നു. അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ രഞ്ജിനി പറയുന്നു എല്ലാവരും കൂടി ഒരുമിച്ച് ഒരാളുടെ പേര് പറയണമെന്ന്. അപ്പോൾ പൂജയുടെ പേര് പറയുന്നു. ആരൊക്കെയാണ് പൂജയുടെ പേര് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ 2 പേര് മാത്രമാണ് കൈപൊക്കുന്നത്. ഇതാണോ മെജോറിറ്റിയുടെ അർത്ഥം നിങ്ങൾക്കറിയില്ലേ എന്നൊക്കെ ചോദിച്ച് രഞ്ജിനി ദേഷ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇൻഫിനിറ്റി പെൻഡൻ്റ് ഉള്ള 6 പേരിൽ 3 പേര് ക്യാപ്റ്റന്മാരാണ്. അതും രഞ്ജിനി ഹരിദാസ് പറയുന്നുണ്ട്, ലോലിറ്റ, പ്രണവ്, താഷി, നിങ്ങൾ 3 പേരും ഒരു ക്യാപ്റ്റൻ അല്ലേ, എന്നിട്ട് നിങ്ങളുടെ ബിഹേവിയർ വളരെ മോശമാണ്, ടെറിബിളാണ്, എല്ലാവരുടെ കയ്യിൽ നിന്നും പെൻഡന്റ് തിരിച്ചു വാങ്ങിച്ചോ എന്ന് രഞ്ജിനി പറയുന്നു. അങ്ങനെ രഞ്ജിനി ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു 6 പേരുടെ കോർഡിനേഷൻ്റെ കുറവ് കൊണ്ടും ഇൻഫിനിറ്റി പെൻഡന്റിൻ്റെ ഒരു പവർ യൂസ് ചെയ്യാൻ അവസരം കിട്ടിയിട്ട് അത് ശരിയായ രീതിയിൽ യൂസ് ചെയ്യാത്തത് കൊണ്ടും 6 പേരുടെ കയ്യിൽ നിന്നും ആ പെൻഡന്റ് നഷ്ടമായിരിക്കുകയാണ്. രഞ്ജിനി ഹരിദാസ് അത് തിരിച്ചെടുത്തിരിക്കുകയാണ്. അവസാനം അഫിനിയെയാണ് ഡേഞ്ചർ സോണിലേക്ക് വിട്ടിരിക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.